ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ മൂന്നാറിലോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് ശരത് എന്ന് പറഞ്ഞ ചേട്ടനും ചേട്ടൻ്റെ വൈഫുമാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നേരത്തെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ശരത്തേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അവർ രണ്ടുപേരും വിളിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ശരത്തേട്ടൻ്റെ വൈഫ്, ജയശ്രീ എന്നാണ് പേര്. ഞങ്ങളെല്ലാം അവളെ ദേവു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അവൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. എവിടെയോ ടൂർ പോകാമെന്ന് മനസ്സിലായി. രാവിലെ അച്ഛനാണ് കേട്ടോ വലിയ കുറിയൊക്കെ അടിച്ചു കൊടുത്തത്. അതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം പോയതിന് ശേഷം കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലത്തിന് മുമ്പ് എവിടെ നിന്നാണ് തോന്നുന്നു ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. പിന്നെ ഇന്ന് രാവിലെ ഇറങ്ങിയതിൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ടയർ പഞ്ചറായിപ്പോയി. പിന്നെ കാറ്റ് അടിച്ചു എങ്കിലും വലിയ ഉറപ്പില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ടയർ മാറ്റണമെന്നൊക്കെയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. അവർ ടയർ മാറ്റാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ഇത്രയും ദൂരം പോകുന്നില്ല, അപ്പോൾ ഇനി റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ടയർ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ സമയം പോയി, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ എത്തുമായിരുന്നു. മോള് കിടന്നുറങ്ങി കേട്ടോ. രാവിലെ എഴുന്നേറ്റുണ്ടായിരിക്കും. അവളിങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എഴുന്നേൽക്ക് വലിയ പാടൊന്നുമില്ല. നമ്മൾ പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കരയാതെയൊക്കെ എഴുന്നേറ്റ് വന്നോളും. പിന്നെ ഒരാൾ വരുന്ന വഴിക്കൊന്ന് ഛർദ്ദിച്ചു. ഫുഡ് എന്തോ കഴിച്ചത് ദഹിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മൂന്നാർ വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പം പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അവർ ഹണിമൂണിന് വന്നതാണ്, ഞങ്ങൾ മോളായിട്ട് ഹണിമൂണിന് വന്നതാണ് കേട്ടോ. മോൾ എണീച്ചപ്പോൾ അവൾക്ക് കരിക്കും വെള്ളം ഞങ്ങൾ വാങ്ങി വെച്ചിരുന്നു, അത് കൊടുത്തു കേട്ടോ. അത് കുടിച്ചിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെന്താ വരുന്ന വഴിക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് വിശപ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യമാണ് പ്രശ്നം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാര്യം. പക്ഷേ ബിരിയാണി വലിയ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത്. ഞാനും ദേവും ബിരിയാണിയാണ് കഴിച്ചത്. ഹാഫായിട്ട് വാങ്ങിച്ചോളൂ, ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡ് കൊള്ളായിരുന്നു. അങ്ങനെ അവളത് ദേവിൻ്റെ അടുത്ത് പോയി. ഇത്രയും നേരം അവളുടെ അടുത്ത് പോകില്ലായിരുന്നു, ഇപ്പോൾ അവളുമായിട്ട് മിണ്ടി കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മൂന്നാറിലെത്തിയാണ്. കുറേ നാളായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ജനുവരി തുടങ്ങിയപ്പോഴേ പറഞ്ഞാണ് പോവാന്ന്. പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ട് പിന്നെ അങ്ങനെ മാറി തിരിഞ്ഞൊക്കെ പോയി. ഇവിടെ ഇപ്പോൾ സീസൺ അല്ല കേട്ടോ, സീസൺ ടൈം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. തണുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച തണുപ്പൊന്നുമില്ല. പക്ഷെ രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയും പിന്നെ റൂമിലും നല്ല തണുപ്പായിരുന്നു. വെള്ളത്തിലൊക്കെ നല്ല ഐസ് പോലെയായിരുന്നു വെള്ളം ഇരുന്നത്. ഇനി നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങണം കേട്ടോ.
ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾക്ക് ആദ്യം താഴെയാണ് കേട്ടോ റൂം വന്നത്. പിന്നെ പിറ്റേ ദിവസം മുകളിൽ അവരുടെ പോലെ മുകളിലൊരു റൂം കിട്ടി. അവർക്ക് മുകളിലാണ് കേട്ടോ റൂം. നമ്മളിവിടെ എത്തിയപ്പോൾ 5-5:30 മണിയൊക്കെ എന്തോ ആയെന്ന് തോന്നുന്നു. അതിന് നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മളിതാ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മൾ അന്ന് രാത്രി ഇത് തന്നെയാണ് കേട്ടോ കണ്ടത്. പിന്നെ വേറെ ഇടത്ത് പോകാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നല്ല അടിപൊളി പൂവൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഭംഗിയുള്ള പൂക്കളാണ്, നമ്മളവിടെയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പൂക്കളാണ്. റോസാപ്പൂവിൻ്റെയൊക്കെ വണ്ണം, വലിയ വണ്ണമുള്ള റോസാപ്പൂവൊക്കെ ആയിരുന്നു. എല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് വരാനൊക്കെ തോന്നി, പക്ഷെ അതിലൊന്നും തൊടാനൊന്നും പറ്റത്തില്ല. ഈ ഫ്ലവേഴ്സൊക്കെ എന്ത് ഭംഗിയാണ്. നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം മിക്ക വീടുകളിലും ഈ ചെടികളുണ്ടായിരുന്നു കേട്ടോ. രാത്രി കാണാനായിട്ട് ഇവിടെ സൂപ്പർ ലൈറ്റും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെടിയാണെന്നും അറിയില്ല. കാണാൻ തന്നെ എന്ത് ഭംഗി. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മളവിടെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പറയണിരിക്കുന്ന ഒരു ചെടിച്ചട്ടി ഉണ്ടോന്ന് കാറിൽ വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ പറയണുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയ എല്ലാം വാരിക്കൊണ്ട് പോകാനേ തോന്നുള്ളൂ. നമുക്കൊന്നും പൂവൊന്നും തൊടാനൊന്നും പറ്റില്ല. അവിടെ ആയിട്ട് സെക്യൂരിറ്റിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എന്താ മോളത് ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവളെ പേര് പറഞ്ഞ് ചേട്ടനാണ് ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ നൈസ് അവിടെ നിന്ന് എണീച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ ഈ സംഭവങ്ങളിലൊക്കെ കയറാവൂ. വലിയവർ കയറിക്കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ സെക്യൂരിറ്റി കണ്ടപ്പോൾ നൈസായിട്ട് എണീച്ചതാണ്. പക്ഷേ സെക്യൂരിറ്റി പറഞ്ഞു ഊഞ്ഞാലിരുന്നാൽ കുഴപ്പമില്ല, ബാക്കിയൊന്നിലും ഇരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മളവിടത്തേക്കുള്ള ചെടികളുണ്ടെങ്കിലും കൂടുതലും വെറൈറ്റിയാണ് കേട്ടോ. അത് ആ കാണുന്ന ഫ്ലവർ ഇവിടെ മിക്ക വീടുകളിലും കാണാനായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഇത് മരം എന്തോ ആവുന്നതാണെന്നുണ്ട്. ചിലയിടത്തൊക്കെ മരം പോലെയാണ് നിൽക്കുന്നുണ്ട്. ഇത് ഭംഗിയാണെന്ന് പറയുമ്പോൾ പൂ കാണാനായിട്ട്. ഇതിൻ്റെ വിത്ത് എന്താണെന്ന് തോന്നുന്നു ഇടുന്നത്, അറിയത്തില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ ദേവ് പറയുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് അതിന് തിരക്ക് വന്നത്. സീസൺ ടൈം ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും കാണത്തില്ല, അത്രയും തിരക്കാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും മൂന്നാർ വന്നിട്ട് അരിക്കൊമ്പനെ കണ്ടില്ല എന്ന് വേണ്ട, അരിക്കൊമ്പനെ കണ്ടു കേട്ടോ. ഇതാണ് ഇവിടുത്തെ അരിക്കൊമ്പൻ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അരിക്കൊമ്പൻ എന്നൊക്കെ. വീട്ടിൽ ഓടിക്കളിച്ച് മറിഞ്ഞുകൊണ്ട് നടന്നവളല്ലേ, അപ്പോൾ ഇത്രയും സമയം കാറി ഇരുന്നുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ഓടിച്ചാടി നടക്കുകയാണ് കേട്ടോ. നമ്മളെ കയ്യിലൊന്നും നിന്നില്ല, അവൾക്ക് നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞാണ് നടക്കരച്ചിൽ. പിന്നെ അവൾ മൊത്തം നടന്നു വന്നു. ഇതിൻ്റെയൊക്കെ വിത്തുകളായി നിൽക്കുകയാണ്, പക്ഷെ പറിക്കാൻ ഒരു നിവർത്തിയില്ല. അല്ലെങ്കിൽ വിത്തെങ്കിലും എടുത്തുകൊണ്ട് വരായിരുന്നു കേട്ടോ.
അവർ രണ്ടുപേരും കൂടെ അതാ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് സൂപ്പറാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. ഈ സെഷൻ മൊത്തം റോസയാണ് കേട്ടോ. ഓരോ വെറൈറ്റി ടൈപ്പ് റോസകളാണ്, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള വേറെ കളറൊക്കെയുള്ള വെറൈറ്റി ടൈപ്പ് ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്നത്. ഈ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ കൂടുതലും തിരക്കുള്ളതെന്ന് തോന്നുന്നു. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ടൈമിൽ വരുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷെ നമുക്കിത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലൈറ്റൊക്കെ ഇടുന്നത് വരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇതാണ് നമ്മളത് അവിടെ നിന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി. എന്നിട്ട് ഇതാ എൻ്റെ അടുത്തൊക്കെ ഉള്ള കടകളാണ് കേട്ടോ. പൊട്ടറ്റോ സ്പ്രിങ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി കേട്ടോ. കാരണം ഇനി അവിടെ കാണാനായിട്ട് സംഭവങ്ങൾ പിറ്റേ ദിവസം കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇനി രാത്രിയായല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. റൂമിൽ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. ഇത് നമ്മൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല പഴുത്ത സ്ട്രോബെറി ആയിരുന്നു. അന്ന് ചേട്ടൻ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ പച്ചയായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് കൊള്ളാം, പക്ഷേ ഇതിപ്പം കഴിച്ച് തീർക്കാനേ കൊള്ളത്തുള്ളൂ കേട്ടോ. വീട്ടിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ നടക്കത്തില്ല, കാരണം ഇത് ചീത്തയായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ ഇനി മൂന്നാറിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.